ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫിഷ് മോളി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെയ്മീനാണ് കേട്ടോ. അപ്പോൾ നെയ്മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. കറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 പച്ചമുളക്, 3 ചെറിയുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ ഒരു മസാല മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നെയ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കറിവേപ്പിലയുടെ തണ്ടും കൂടെ വെച്ച് കൊടുത്ത് നമ്മളെല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഒത്തിരി മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ചട്ടിയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 4-5 വെളുത്തുള്ളിയും, അതേപോലെ തന്നെ ഒരു 5-6 പച്ചമുളകും നീളത്തിൽ കീറിയതും, ഒരു മീഡിയം സൈസ് സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഉപ്പും ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഗ്രേവിയിലേക്ക് 2 പാലും അതേപോലെ തന്നെ 2 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ കഷ്ണങ്ങൾ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്മീൻ കഷ്ണങ്ങൾക്ക് നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തക്കാളി വട്ടത്തിൽ മുറിച്ചതും ആവശ്യത്തിന് കറിവേപ്പില തണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫിഷ് മോള് കറി വിളമ്പാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.